ഹായ്, ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈലിലുള്ള ഒരു ബീഫ് ഫ്രൈ കാണാം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല വഴറ്റിയ ബീഫ് ഫ്രൈ നമുക്ക് നോക്കാം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് എണ്ണയൊന്നും നമ്മൾ ഒഴിക്കണ്ട. പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. കരിഞ്ഞു പോകല്ലേ. ഇത് ചെറുതായിട്ടൊന്ന് മൂക്കണം. ആ മുളക് പൊടിയുടെയൊക്കെ മല്ലിയുടെയൊക്കെ പച്ചക്കുത്ത് പോകുന്നവരെ നമ്മൾ മൂപ്പിക്കണം. ഈ ബീഫ് കറിക്ക് നമ്മളിപ്പോൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ബീഫ് ഫ്രൈ ആക്കുമ്പോൾ മാത്രമേ എണ്ണ ചേർക്കുന്നുള്ളൂ. വിടാതെ ഇളക്കി കൊടുത്ത് ഇത് മൂപ്പൊക്കെ നല്ല മൂത്ത് പോകല്ലേ, ഒരു കറുപ്പ് നിറമാകല്ലേ, നല്ലൊരു നമുക്ക് ആ സ്മെല്ല് അറിയാൻ പറ്റും. നല്ലൊരു സ്മെല്ലാകുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം വാലാൻ വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. നമ്മൾ ഈ ബീഫ് കുക്കറിലല്ല വെക്കുന്നത്. ഈ ബീഫിൽ നിന്ന് ഒരു വരുന്ന വെള്ളം കൊണ്ട് തന്നെ ഈ ഇറച്ചി വെന്ത് നന്ന പാവമാകും. അപ്പോൾ കണക്കായിരിക്കും നമുക്ക് ഫ്രൈ ആക്കാൻ. നമ്മൾ കുക്കറിൽ ഇത് വെക്കുന്നില്ല. വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, ഒരു പിഞ്ച് പെരിഞ്ചീരകം കൂടി ചതച്ചതാണ്. അത് നമുക്കിനി ഈ ഇറച്ചിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ഇട്ടു. അതിലോട്ട് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 തക്കാളി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനി നല്ല ആവി വരുന്നിടം വരെ നല്ല ഫ്ലെയിമിലിടണം. നല്ല ആവിയൊക്കെ ആയിക്കഴിഞ്ഞ് ഫ്ലെയിം കുറച്ച് നമുക്ക് വേവിക്കണേ. ഇപ്പം നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല. ആവി വന്നു കഴിയുമ്പോൾ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് വേവിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ബീഫ് ഇപ്പം വേവായിട്ടുണ്ട്. അല്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. അത് ഇനിയും ഇതിനകത്ത് ഇരുന്ന് ഒന്നുകൂടെ തിളച്ച് പറ്റിയാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാനിൽ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റാം. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 സ്പൂൺ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി തികച്ചില്ല തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് ബ്രൗൺ ഭാഗം കളഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ തേങ്ങാക്കൊത്തിപ്പം ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. മതി. ഇതിലോട്ട് ഇനി ഇതൊരു 300 ഗ്രാം ഉണ്ട് ചെറിയ ഉള്ളി, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 തണ്ട് കറിവേപ്പില. ബീഫ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. എന്താ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇതിലേക്ക് ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടി. നമ്മുടെ ബീഫ് ഇപ്പം വെന്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും ബീഫ് ഇപ്പം ഫ്രൈ ആക്കാൻ വേണ്ട. അതുകൊണ്ട് കുറച്ച് ബീഫ് ഞാൻ ഇതിലോട്ട് കോരി മാറ്റും. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആവശ്യം വരുമ്പം നമുക്ക് എടുക്കാം, ഒലത്തി എടുത്താൽ മതി. ഇപ്പം എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ഫ്രൈ ആക്കുന്നുള്ളൂ. നമ്മുടെ ഉള്ളിയൊക്കെ ഇപ്പം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി. മൂടി വെക്കണ്ട. നമ്മുടെ ബീഫ് നല്ല ഫ്രൈ ആയി കറുത്ത് നല്ല ഫ്രൈ ആയിട്ട് വരുവേ. നമ്മൾ ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ബീഫ് ഫ്രൈ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ഫ്രൈ ആയി കറുത്തൊക്കെ വന്നിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം.